ശ്രീജിത്ത് ബാലകൃഷ്ണൻ, അതിനിർണായകമായ ഒരു കേസ്, കഴിഞ്ഞ കുറേ കാലമായി കേരളം ഏറെ ചർച്ച ചെയ്തിരുന്ന ഒരു കേസ്, ഏറെ കാതോർത്തിരുന്ന ഒരു വാർത്തയാണ് ഈ നിമിഷം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ളത് ഈ കേസിന്റെ ഒരു നാൾ വഴി നമുക്ക് ഈ ഒരു സമയത്ത് പരിശോധിക്കാമെന്ന് തോന്നുന്നു. തീർച്ചയായും നാൾ വഴി പരിശോധിക്കുന്നതിന് മുമ്പ് അനിൽക്ക എന്ന് പറയുന്ന റിപ്പോർട്ടർ, ന്യൂസ് മലയാളത്തിൻ്റെ റിപ്പോർട്ടർക്ക് ഒരു എന്താ പറയുക, ഈ നിമിഷം നിമിഷപ്രിയ എന്ന പേര് കേൾക്കുമ്പോൾ വലിയ ആശ്വാസം എല്ലാവർക്കും ഉണ്ട്. എങ്കിൽ അതിൽ ഏറ്റവും പ്രധാനം ന്യൂസ് മലയാളത്തിൻ്റെ റിപ്പോർട്ടർ തന്നെയാണ്, അനിൽക്ക തന്നെയാണ്. കാരണം ജൂലൈ 15 ഈ വാർത്ത, ഈ വധശിക്ഷ മരവിപ്പിച്ചു എന്നുള്ള വാർത്ത ആദ്യം വരുമ്പോൾ ആ വാർത്തയും ആദ്യം റിപ്പോർട്ട് ചെയ്ത ആൾ അനിൽക്ക തന്നെയാണ്. ആ വധശിക്ഷ റദ്ദാക്കി എന്ന് പറയുന്ന വാർത്തയും ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അക്കാര്യത്തിൽ വലിയ അഭിമാനം തോന്നുന്നുണ്ട്. കാരണം അന്ന് ഇതേ വേദിയിൽ ഞാൻ പറഞ്ഞ, ഈ സ്റ്റുഡിയോയിൽ ഞാൻ തന്നെ പറഞ്ഞതാണ്, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ന്യൂസ് മലയാളം കൊടുത്ത വാർത്തകൾ ഏറ്റവും സമഗ്രമാണ്, അത്രയും സത്യസന്ധമാണ്. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് കാന്തപുരം മുസ്ലിയുടെ ഇടപെടൽ, ഇങ്ങനെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ന്യൂസ് മലയാളം എടുത്ത ഒരു വലിയ യാഥാർത്ഥ്യബോധമുള്ള എഫർട്ട്, അത് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെടുത്ത തീരുമാനങ്ങൾ, നമ്മളെടുത്ത വാർത്തകൾ എല്ലാം സത്യസന്ധമായി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് പോയാൽ 2008 ഒരുപക്ഷെ നിമിഷപ്രിയ ആദ്യമായി കേരളത്തിൽ നിന്നൊരു ജോലിയുമായി ബന്ധപ്പെട്ട് യമനിലേക്ക് പോകുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ, ഈ 2008 മുതൽ ഇന്ന് വരെ എന്ന് പറയുമ്പോൾ ഒരു വലിയ ജീവിതചക്രം കടന്നു പോകുന്ന സാഹചര്യമാണുള്ളത്. ആ കാലം വരെ നിമിഷപ്രിയ യമനിലായിരുന്നു. 2017 അവരൊരു ക്ലിനിക്ക് ആരംഭിക്കാൻ ആലോചിക്കുന്നത്. 2014 തന്നെ ഏതാണ്ട് അത് യാഥാർത്ഥ്യമാകുന്നു. പക്ഷേ 2017 ആകുമ്പോഴേക്കാണ് ആ ക്ലിനിക്ക് യാഥാർത്ഥ്യമാകുന്നത്. അവരുടെ നഴ്സായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നത്, കേരളത്തിൽ നിന്ന് പോകുന്നത്. ആ നഴ്സായിട്ട് പോകുന്ന ശേഷം വലിയ ദീർഘമായ അധ്വാനം അവർ ആ കാലയളവിൽ അവിടെ നടത്തി. പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ വിശദീകരിക്കുന്നത് വേണം വിചാരിക്കാൻ. 2017 ആകുമ്പോഴേക്കും വലിയ ചർച്ച, വലിയ തർക്കങ്ങൾ അവർ തമ്മിലുണ്ടാകുന്നു. തലാലുമായി ഉണ്ടാകുന്നു, തലാലിൻ്റെ കുടുംബവുമായി ഉണ്ടാകുന്നു. ആ തലാലുമായി ഉണ്ടാകുന്നതിന് പുറത്താണ് ആ വലിയ ഒരു കൊലപാതകം ഉണ്ടാകുന്നത്. 2017 അവർ ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീടാണ് 2018 മുതലാണ് നിയമയുദ്ധം ആരംഭിക്കുന്നത്. യമൻ നമുക്കറിയാവുന്ന പോലെ, അനിൽക്ക തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെയാണ്, യമൻ ഒരു ഗോത്രവർഗ്ഗ സമൂഹം നിയന്ത്രിക്കുന്ന ഒരു രാജ്യം. ആ ഗോത്രവർഗ്ഗ സമൂഹം നിയന്ത്രിക്കുന്ന രാജ്യത്ത് നിയമങ്ങൾ ഒരുപക്ഷെ നമ്മുടെ രാജ്യവുമായി, നമ്മുടെ ഭരണഘടനയുമായി ഒരു കാലത്തും പൊരുത്തപ്പെടാത്തൊരു സമൂഹം, പൊരുത്തപ്പെടാത്തൊരു രാജ്യം, ഗോത്രവർഗ്ഗ നിയമങ്ങൾ മാത്രമുള്ള രാജ്യം. അവിടേക്ക് നമുക്കൊരു തരത്തിൽ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളെ ആ ഗോത്രവർഗ്ഗ നിയമത്തിനനുസരിച്ച്, അവർ തീരുമാനിക്കുന്ന നിയമത്തിനനുസരിച്ച് വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നു. നമ്മൾ പലതവണ ആവശ്യപ്പെടുന്നു. പക്ഷേ ആ ആവശ്യങ്ങളൊക്കെ എവിടെയൊക്കെ വഴിതെറ്റി പോവുകയാണ്. അങ്ങനെ 2017 മുതൽ ഒരുപക്ഷെ ഈ കാലം വരെ 2025 വരെ, ഇത്രയും കാലയളവിനിടയിൽ നമ്മൾ പലതവണ ശ്രമിച്ചു, ഈ രാജ്യം പലതവണ ശ്രമിച്ചു. അതിൽ നമ്മൾ അന്ന് പറഞ്ഞതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി, അതിനുശേഷം പിണറായി വിജയൻ, വി മുരളീധരൻ അടക്കമുള്ള പല ആളുകൾ ഇതിനകത്ത് ഇടപെടുന്നു. പക്ഷെ അപ്പോഴൊന്നും അവിടേക്ക് കൃത്യമായി എത്താൻ നമുക്ക് കഴിഞ്ഞില്ല. എവിടെയാണോ ഈ വധശിക്ഷ റദ്ദാക്കണം, അല്ലെങ്കിൽ വധശിക്ഷ റദ്ദാക്കണം, അത് മരവിപ്പിക്കണം എന്ന ആവശ്യം, നമ്മളുടെ ഒരു ലോകത്ത് മുഴുവനുള്ള നിയമത്തിനനുസരിച്ച് ഈ നിയമത്തിലേക്ക് നിമിഷപ്രിയയുടെ കാര്യവും കൊണ്ടുവരണം എന്ന നമ്മളുടെ ആവശ്യം അംഗീകരിക്കാൻ, കേൾക്കാൻ അവിടെ ആളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുതയിലേക്കാണ് കാന്തപുരം മുസ്ലിം ഇടപെടുന്നത്. അത് കഴിഞ്ഞ ദിവസമാണ്, ജൂലൈ 14 അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപുമാണ്. കഴിഞ്ഞ ജൂലൈ 16 നിമിഷപ്രിയയുടെ വധശിക്ഷ തീയതി തീരുമാനിച്ചിരുന്നത്. ആ 15-ാം തീയതി ആ തീരുമാനം വരുന്നു, വധശിക്ഷ മരവിപ്പിക്കുന്നു. അതിലിടപെട്ടത്, അതായത് കഴിഞ്ഞ ഈ 2017 മുതൽ ഇതുവരെ ഇടപെട്ട ആളുകൾക്കപ്പുറത്തേക്ക് കാന്തപുരം മുസ്ലിം ഇടപെടുന്നു. 15-ന് നമ്മൾ കേട്ട ഏറ്റവും വലിയ ആശ്വാസ വാർത്ത വരുന്നു, വധശിക്ഷ മരവിപ്പിക്കുന്നു. ഇന്നിപ്പോൾ ഈ ജൂലൈ 28 കഴിയുമ്പോൾ 29 കടക്കുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു, വധശിക്ഷ റദ്ദാക്കുന്നു. വലിയ ആശ്വാസകരമായ വാർത്ത. അന്നും നമ്മൾ ഇതേ വേദിയിൽ പറഞ്ഞതാണ്, കാന്തപുരം മുസ്ലിം ഇടപെടുന്നു. അതിനപ്പുറത്തേക്ക് അവിടെ വലിയ സന്യാസി സമൂഹവുമായി, വലിയ സൂഫി വര്യന്മാരുമായി കാന്തപുരം മുസ്ലിംർക്ക് ബന്ധമുണ്ട്. ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏതാണ് നമ്മൾ ഇടപെടേണ്ട വാതിൽ, ആ വാതിൽ തുറന്നു കഴിഞ്ഞു. ആ വാതിലിലേക്ക് നമ്മൾ വീണ്ടും ഇടപെടുന്നു. ആ വാതിൽ തുറന്ന് മുന്നോട്ട് പോകുന്നു. ആ വാതിലാണ് ഇപ്പോൾ നമുക്ക് ഇടപെടാൻ കഴിഞ്ഞത്. ആ കാന്തപുരം മുസ്ലിം ഇടപെടുന്നു. ആ ഇടപെട്ടതിൻ്റെ ഭാഗമായി ഇപ്പോൾ ആ വധശിക്ഷ റദ്ദാക്കപ്പെടുന്നു. അതാണ് ഈ നാൾവഴി എന്ന് പറയുന്നത്. അത് ദീർഘമായ നാൾവഴി തന്നെയാണ്. ഏതാണ്ട് 2008 മുതൽ പിന്നീട് 2014 ക്ലിനിക്ക് ആരംഭിക്കുന്നു. അതിനുശേഷം 2017 ക്ലിനിക്ക് ആരംഭിക്കാൻ ആലോചിച്ചു. 2017 അതൊരു കൊലപാതകമായി മാറുന്നു. അങ്ങനെ തലാലിൻ്റെ കുടുംബവുമായി പിന്നീട് വലിയ രൂപത്തിലുള്ള ആരോപണങ്ങളുണ്ടാകുന്നു. തലാലിൻ്റെ കുടുംബം, അതിനപ്പുറത്തേക്ക് തലാലിൻ്റെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചകൾക്കും തയ്യാറാകുന്നില്ല. ഒരുപക്ഷെ ഈ ആക്ഷൻ കൗൺസിൽ, നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലൊക്കെ ഉണ്ടാക്കി, ഈ 2017 മുതൽ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി. സുപ്രീം കോടതിയിലെ അഭിഭാഷകർ, കേരളത്തിൽ നിന്നുള്ള ആളുകൾ, അതിൽ കെ ബാബു നെന്മാറയിൽ നിന്നുള്ള MLA കെ ബാബു, അങ്ങനെ നിരവധി അഭിഭാഷകരുണ്ടാകുന്നു. ആ
ആക്ഷൻ കൗൺസിലുമായി മുന്നോട്ട് പോകുമ്പോഴൊക്കെ നമുക്കൊരിക്കലും അല്ലെങ്കിൽ മലയാളിക്കോ ഇന്ത്യയിൽ നിന്നുള്ള ഗവൺമെൻറ്റിനോ ഒരിക്കലും അവിടെ ആ തലാലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. ആ കഴിയാതിരുന്ന സാഹചര്യം അതൊരു ഗോത്രവർഗ സമൂഹമായിരുന്നു അവിടുത്തെ നിയമങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. അവിടെ ഇടപെടാൻ കഴിയുന്നൊരു നയതന്ത്ര കാര്യാലയം, ഒരു സംവിധാനം ഇന്ത്യക്കുണ്ടായിരുന്നില്ല, ഈ ഗവൺമെൻറ്റിനുണ്ടായിരുന്നില്ല. അതിനപ്പുറത്തേക്ക് ഒരു സന്യാസി സമൂഹം, ഒരു സൂഫി വര്യ സമൂഹം, അതിനപ്പുറത്തേക്ക് ഒരു മുസ്ലിം മത സമൂഹത്തിൻ്റെ ഏറ്റവും ആചാര്യനായ ഒരാൾ, ഗ്രാൻഡ് മുഫ്തി എന്ന പേരിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഗ്രാൻഡ് മുഫ്തിയായിട്ട് കാന്തപുരം മുസ്ലിയാർ ഇടപെടുമ്പോഴാണ് നമുക്ക് കൂടി ഈ മഹാരാജ്യത്തിന് കൂടി അവിടെ ഇടപെടാൻ കഴിയുന്ന ഒരു വേദി ഉണ്ടാകുന്നത്, ഒരു സ്പേസ് ഉണ്ടാകുന്നത്. ആ സ്പേസിലേക്ക് കാന്തപുരം മുസ്ലിയാർ ഇടപെടുന്നു. അവിടെ അദ്ദേഹത്തിന് വലിയ പരിചിതമായ വലിയ സൂഫി വര്യന്മാരുമായി, വലിയ സന്യാസി വര്യന്മാരുമായി അവരെ ഉപയോഗിച്ചുകൊണ്ട് തലാലിൻ്റെ കുടുംബവുമായി, പ്രത്യേകിച്ചും തലാലിൻ്റെ സഹോദരനടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഏതാണ്ട് 2-3 ആഴ്ചകളായിട്ട് ആ കുടുംബവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ നമുക്കറിയാവുന്നതാണ്. ഈ വധശിക്ഷ എങ്ങനെയും മരവിപ്പിച്ച വാർത്തയെ, അല്ലെങ്കിൽ വധശിക്ഷ മരവിപ്പിച്ചതിനെ ഇല്ലാതാക്കാൻ നമ്മുടെ ആളുകൾ തന്നെ, അല്ലെങ്കിൽ നമുക്കറിയാവുന്നവർ തന്നെ, നമ്മുടെ സമൂഹത്തിലുള്ളവർ തന്നെ ഇടപെട്ട കാര്യം നമ്മളുടെ കൺമുന്നിലുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അതും കടന്ന് നമ്മൾ ഒറ്റക്കെട്ടായി, ഒറ്റ മനസ്സായി കാന്തപുരം മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയപ്പോൾ ആ ഇടപെടൽ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഈ വധശിക്ഷ മരവിപ്പിച്ച വാർത്തയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് മുഴുവൻ ഇല്ലാതെ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ പുതിയ രൂപത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ, കേരളം ആഗ്രഹിച്ചതുപോലെ, മലയാളി ആഗ്രഹിച്ചതുപോലെ, ഈ രാജ്യം ഒന്നാകെ ആഗ്രഹിച്ചതുപോലെ ആ വധശിക്ഷ റദ്ദാക്കുന്നതിനപ്പുറത്തേക്ക് ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ അവരെ മോചിപ്പിച്ച്, നേരത്തെ അനിൽക്ക തന്നെ പറഞ്ഞതുപോലെ അവരെ ഇനി റദ്ദാക്കിയതിനപ്പുറത്തേക്ക് അവരെ നിമിഷപ്രിയയെ മോചിപ്പിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയെക്കുറിച്ചായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ കാന്തപുരം മുസ്ലിയാർ ആലോചിക്കുന്നത്. അന്ന് ജൂലൈ 15-ന് നമ്മൾ ഇതേ സ്റ്റുഡിയോയിൽ നിന്ന് പറയുമ്പോൾ കാന്തപുരം മുസ്ലിയാർ പറഞ്ഞത്, ഞങ്ങൾ ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടോ എങ്കിൽ ആ കുറ്റത്തിന് പ്രായശ്ചിത്തമുണ്ട്. അത് വധശിക്ഷ മാത്രമല്ല, മുസ്ലിം മതസമൂഹം ആ മതം അനുശാസിക്കുന്നത് പ്രകാരം ഏത് കുറ്റത്തിനും ഒരു ശിക്ഷ ഉണ്ട്. ആ ശിക്ഷയ്ക്കപ്പുറത്ത് ഒരു പ്രായശ്ചിത്തമുണ്ട്. ആ പ്രായശ്ചിത്തം ചെയ്യാൻ നമ്മൾ തയ്യാറാണ് എന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞു. ആ പ്രായശ്ചിത്തവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ മരവിപ്പിച്ച വധശിക്ഷ ഇനി റദ്ദാക്കുന്നതിലേക്ക് വേണമെങ്കിൽ പോകാം. അതിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. അന്ന് ജൂലൈ 15-ന് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഇപ്പോൾ ആ മരവിപ്പിച്ച വധശിക്ഷ ഇനി പോകാൻ പോകുന്നത് റദ്ദാക്കുന്നതിലേക്കാണ്. അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി നിമിഷപ്രിയയെ തിരിച്ചു കൊണ്ടുവരുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരുപക്ഷെ അതാണ് എൻ്റെ നാൾ വഴി. ഈ കാലയളവിനിടയിൽ അവരുടെ ഗോത്ര സമൂഹത്തിൻ്റെ നിയമത്തിനിടയിൽ ആ നിയമം പറയുന്നത് പ്രകാരം, ആ നിയമം അനുശാസിക്കുന്നത് പ്രകാരം ആ ഒരു കൊലപാതകത്തിന് അവർ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ അനുഭവിച്ച ശിക്ഷ 2018 മുതൽ ഇതുവരെ അനുഭവിച്ച ജയിൽ ശിക്ഷ അത് പ്രായശ്ചിത്തമാകുമെങ്കിൽ ഇനി അതിലേക്കായിരിക്കും ഒരുപക്ഷെ കാന്തപുരം ഇടപെടാൻ പോകുന്നത്. എന്തായാലും ഒരു കാര്യം പറയാതെ നിർവാഹമില്ല, കാന്തപുരത്തിൻ്റെ ഇടപെടൽ അന്ന് ഇതേ വേദിയിൽ നമ്മൾ പറഞ്ഞ പോലെ, ഈ സ്റ്റുഡിയോയിൽ, ന്യൂസ് മലയാളത്തിൻ്റെ സ്റ്റുഡിയോയിൽ അനിൽക്ക പറഞ്ഞതുപോലെ, നമ്മൾ പറഞ്ഞതുപോലെ, ന്യൂസ് മലയാളം പറഞ്ഞതുപോലെ ആ വധശിക്ഷ റദ്ദാക്കാൻ, വധശിക്ഷ മരവിപ്പിക്കാൻ അന്ന് കാന്തപുരം ഇടപെട്ടതുപോലെ അതിനുശേഷം ഏതാണ്ട് ഇത്രയും ദിവസങ്ങൾ കഴിയുമ്പോൾ ആ വധശിക്ഷ റദ്ദാക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എങ്കിൽ അതിൽ നിർണായകമായ ഇടപെടൽ കാന്തപുരത്തിൻ്റെത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സൂഫി വര്യന്മാരുമായുള്ള ബന്ധം, സന്യാസിമാരുമായിട്ടുള്ള ബന്ധം, മുസ്ലിം മതസമൂഹവുമായി ആഗോള